ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഇത് പ്രോസിക്യൂഷൻ ബാധിച്ചത് ഈ പ്രതി ഇതിനു മുൻപും കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല എന്നാണ് കോടതി പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞത്. വധശിക്ഷയിൽ കുറഞ്ഞൊന്നും നൽകരുതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതാണ്. പേരൂർക്കട അമ്പലമുക്കിൽ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തമിഴ്നാട് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വിനോദ് ചേരുന്നു. വിനോദ്, പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും ദയ അർഹിക്കാത്ത ഒരു പ്രതിയാണ് രാജേന്ദ്രൻ എന്നുള്ളത് മുഖവിലക്കെടുത്തിരിക്കുന്നു. കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വിവരങ്ങൾ? അപർണ, ഏറ്റവും സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. 2022 കേസിനാസ്പദമായ സംഭവം. 4 പവന്റെ മാലയ്ക്ക് വേണ്ടി വിനീതയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം നെടുമങ്ങാട് സ്വദേശിയായ വിനീത ഈ ഒരു അലങ്കാര ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജീവനക്കാരിയായി എത്തുകയായിരുന്നു. ഏതാണ്ട് 6 മാസത്തിലധികമായി അവർ അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ വന്ന സമയമായിരുന്നു. അവിടെ ചെടികൾ നനയ്ക്കുന്നതിനും മറ്റുമായാണ് വിനീത ഇരുചക്ര വാഹനത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്, അമ്പലമുക്കിലെ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. ഈ സമയം സമീപത്തെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു രാജേന്ദ്രൻ തമിഴ്നാട് സ്വദേശിയാണ്. ഇയാൾ ഈ സ്ഥാപനത്തിന് മുന്നിൽ ചുറ്റിത്തിരിയുകയും പിന്നീട് സ്ഥാപനത്തിനുള്ളിൽ കയറി ചെടി വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. ചെടികൾ കാണിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിന്റെ പിറകിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. ഈ സീൻ കാണുമ്പോൾ തന്നെ പോലീസുകാർക്ക് വ്യക്തമായിരുന്നു ഇത് മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആളാകാനുള്ള സാധ്യത, പ്രതി അങ്ങനെയുള്ള ഒരാളാകാനുള്ള സാധ്യത. കാരണം ആ കൊലപാതകത്തിന്റെ രീതിയും കവർച്ചയും ഒക്കെ തന്നെ അതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. തുടർന്ന് വിശദമായ അന്വേഷണം നടന്നു. പക്ഷേ ആ ഘട്ടത്തിൽ കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് രാജേന്ദ്രന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. അവിടെ വരികയും അവിടെ നിന്ന് കൊല നടത്തിയ ശേഷം സമീപത്തെ കുളത്തിനടുത്തേക്ക് മറ്റൊരു ഇരുചക്ര വാഹനത്തിൽ പോവുകയും അവിടെ ഈ ഡ്രസ്സുകൾ കത്തിച്ചു കളയുകയുമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിലും ഓട്ടോയിലുമായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുകയും ചെയ്തു. രാജേന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഇയാൾ നേരത്തെയും കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയത് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വിദ്യാസമ്പന്നനാണ് രാജേന്ദ്രൻ. ഇങ്ങനെ പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ കൊലപാതകങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിൽ ഈ കേസ് നടക്കുമ്പോൾ കോടതി ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. രാജേന്ദ്രനെ കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു. ചില റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർമാരുടേതടക്കം റിപ്പോർട്ടുകളും തേടിയിരുന്നു. നേരത്തെ തന്നെ വിധി പറയേണ്ടതായിരുന്നു. എന്നാൽ ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കി രാജേന്ദ്രന്റെ പൂർവ്വകാല ചരിത്രം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇയാളുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കന്യാകുമാരി ജില്ലാ കളക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം ഡോക്ടർമാർ തുടങ്ങി നിരവധി റിപ്പോർട്ടുകൾ, ഏതാണ്ട് 7 റിപ്പോർട്ടുകൾ, പോലീസിന്റെ അടക്കം ജയിൽ വകുപ്പിന്റെ അടക്കം 7 റിപ്പോർട്ടുകളാണ് കോടതിക്ക് മുമ്പേ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ എത്തിയത്. ഇതിൽ നിന്ന് ഈ കുറ്റവാളിക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ലെന്നും ഇയാൾ പണത്തിന് വേണ്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഈ 4 പേരെ കൊലപ്പെടുത്തിയതിൽ 3 പേരും സ്ത്രീകളായിരുന്നു എന്ന കാര്യവും കോടതി നിരീക്ഷിച്ചു. അതായത് കുറ്റവാളിയാണ്, കുറ്റവാസനയുള്ള ആളാണ്. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കുറ്റവാളിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത്. അപർണ, ഇത് നേരത്തെ തന്നെയും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയവർ. ഇതിൽ ഈ നടത്തിയ 4 കൊലപാതകങ്ങൾ 3ലും ഇരകൾ സ്ത്രീകളാണ്. അത്രയും ക്രൂരമായിട്ട് തന്നെ ഈ പ്രതി തുടർ കൊലപാതകങ്ങൾ നടത്തി എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ നേരത്തെ വന്നതാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടടക്കമൊക്കെ പ്രതിക്കെതിരായിട്ടുണ്ടായിരുന്നു. കോടതി ഇതെല്ലാം പരിഗണിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ കുറ്റവാളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാത്രമല്ല അന്ന് നടത്തിയ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കറതീർന്ന ക്രിമിനൽ എങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത് ആ നിലയിലൊക്കെ ആയിരുന്നു രാജേന്ദ്രന്റെ നീക്കങ്ങൾ. ഈ 3 കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുകയും അവിടെ പിടിയിലാവുകയും ആ കേസിൽ ജാമ്യത്തിലിറങ്ങി വന്ന ശേഷമാണ് വീണ്ടും സ്വർണത്തിന് വേണ്ടി 4 പവൻ മാല കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള കൊലപാതകം നടത്തിയത്. അതായത് ഈ 3 കൊലപാതകങ്ങൾ നടത്തിയതിൽ ഒരു പശ്ചാത്താപമോ കുറ്റബോധമോ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല വീണ്ടും കൊലപാതകം നടത്താനുള്ള ടെൻഡൻസിയും അതിൽ നിന്ന് ഒളിച്ചോടാൻ അല്ലെങ്കിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വളരെ സജീവമായാണ് അയാളുടെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടായത്.
ഡ്രസ്സ് ഒഴിവാക്കുക, അത് ഒരു കുളത്തിനരികിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പല വാഹനങ്ങളിലായി യാത്ര ചെയ്തത്, ഇരുചക്ര വാഹനങ്ങളിലും 2 ഓട്ടോറിക്ഷകളിലുമായാണ് അന്ന് മുഴുവൻ പ്രതി യാത്ര ചെയ്യുന്നത്. രാത്രി 7:30 മണിയോടുകൂടി പേരൂർക്കട ആശുപത്രിയിലെത്തി ഈ പിടിവലിക്കിടെ കയ്യിലുണ്ടായ മുറിവിന് ചികിത്സ തേടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് കടന്നു കളയുന്നത്. മാത്രമല്ല, ഈ അന്വേഷണം ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ രാജേന്ദ്രൻ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അതും ട്രെയിനിൽ തന്നെയാണ്. ഇവിടെ എത്തി പേരൂർക്കടയിൽ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലെ അവശേഷിച്ചിരുന്ന വസ്തുക്കൾ, തന്റേതായി അവിടെ അവശേഷിച്ചിരുന്ന വസ്തുക്കളുമായി വീണ്ടും കടന്നു കളയുകയും ചെയ്യുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. കാലിന് സ്വാഭാവികമായ രീതിയിൽ നടക്കുന്നു, സാധാരണ നിലയിലല്ല, ചില വ്യത്യാസത്തോടുകൂടി നടക്കുന്ന ഒരു ആൾ ആണ് ഈ കൊലപാതകം നടത്തി മടങ്ങുന്നതായി ഇതിൽ കാണുന്നത്. മാത്രമല്ല, ഈ തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പൂർണ്ണതോതിൽ വസ്ത്രങ്ങളൊക്കെയാണ്